ഒരു 2.5 ഏക്കറിൽ വിശാലമായി പരന്ന് കിടക്കുന്ന പല 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 തരം ഇഞ്ചി വർഗത്തിൽ പെട്ടിട്ടുള്ള പല ചെടികളും നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മളുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് ജിഞ്ചേഴ്സ് അതുള്ളത് നമ്മളുടെ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എത്ര അടിപൊളിയായിട്ടാണ് വെൽ മെയിൻറ്റെയിൻഡ് വിത്ത് അത്രയും കളക്ഷൻ ഓഫ് ജിഞ്ചേഴ്സ്. കാണുമ്പോൾ നമുക്കെല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും ഓരോന്നും ഡിഫറെൻ്റാണ്. അതിനെക്കുറിച്ചിട്ട് പറഞ്ഞാലും തീരാത്ത അത്ര കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജിഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഓരോന്ന് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല. അത് പഠിക്കുന്നവർക്ക് അതിമനോഹരമായിട്ട് അറിയാം കേട്ടോ. അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ വന്ന് നമുക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്, അങ്ങനെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര കളർഫുള്ളാണ്. മഞ്ഞ, ചുവപ്പ്, ഇങ്ങനെ ഫ്ലവറിങ് സീസണിലാണെങ്കിൽ എന്തും അടിപൊളിയായിരിക്കും എന്നറിയോ. ഇതിൻ്റെ ഏറ്റവും ഫ്ലവറിങ് സീസണിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ജൂൺ ടു ഒക്ടോബറിലാണ് ഇവരുടെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത്. അപ്പം ലൊക്കേഷൻ വന്നിട്ട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, കാലിക്കറ്റ് നിന്ന് നേരെ ബസ് കയറി വന്നാൽ പൊക്കുന്ന് നേരെ വന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തും കേട്ടോ. ഈ ഗാർഡൻ കിടക്കുന്നത് ഒരു 2.5 ഏക്കറിൽ വിശാലമായിട്ട് അവരുടെ ഗാർഡൻ്റെ യുന്തോ എല്ലാമായിട്ട് അവിടെ കിടക്കുന്നത്. 4 വർഷം മുന്നേ കേട്ടോ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ജിഞ്ചർ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു 4 വർഷത്തെ കളക്ഷൻ, അതിൻ്റെ മുന്നേ അച്ഛൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കളക്ഷൻസ്, അങ്ങനെ ഉള്ള ഓരോ കളക്ഷൻസും. നമുക്ക് പരിചയമുള്ളത് ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കറിയിലിട്ടുന്ന ഇഞ്ചി മാത്രമായിരിക്കും. പക്ഷേ ആ ഇഞ്ചി വർഗത്തിൽ പെടുന്നത് എന്തൊക്കെ തരം ഈ ഒരു ജിഞ്ചർ ഫാമിലി സിഞ്ചിബറേസിയയിൽ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ കുർക്കുമ, അതായത് നമ്മളുടെ മഞ്ഞൾ ഇഞ്ചി വർഗത്തിലാണ്, ഏലക്കായ ഇഞ്ചി വർഗത്തിലാണ്, ഇഞ്ചികൾ തന്നെ, വാഴ അത് നമ്മളുടെ ഇഞ്ചി വർഗത്തിൽ തന്നെ പെടുന്നതാണ്. സ്പൈറൽ ജിഞ്ചേഴ്സ്, കൊസ്റ്റേഷ്യ എന്ന് പറയുന്നത്, ആരോ റൂട്ട് നമ്മളുടെ കൂവ അതും ഇഞ്ചി വർഗത്തിൽ പെടുന്നതാണ്. എലിക്കോണിയാസ് ബേർഡ് ഓഫ് പാരഡൈസ് ഫാമിലിയിൽ പെടുന്നതും നമ്മളുടെ ഇഞ്ചി വർഗത്തിൽ പെടുന്നതാണ്. കനാസ്, തോട്ടവാഴ ഇതൊക്കെ നമ്മളുടെ ഇഞ്ചി വർഗത്തിൽ പെടുന്നതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലും അവർ ചെറിയൊരു വാട്ടർഫാൾസും ഒക്കെ കൊടുത്തിട്ട് ചെറുത് എന്ത് രസമല്ലേ. ഇതെല്ലാം ഇങ്ങനെ പൂത്തിരിക്കുമ്പോൾ പൊളിയായിരിക്കും. പോയിട്ട് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇപ്പോൾ ഇതിലും നല്ല ഭംഗിയിൽ അവിടെ വളർന്നു വന്നിട്ടുണ്ട്. അറിയാമായിരുന്നു കോഴിക്കോട് ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ട് എന്നുള്ളത്. അത് നമ്മളുടെ ഇന്ത്യാസ് ലാർജസ്റ്റ് കളക്ഷന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തും ഇതേപോലെ അവർ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഇതിൻ്റെ സാരഥി അല്ലെങ്കിൽ ഇതിന് ഇത്രയും ചെടികൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ആരാന്നറിയോ? നൺ അതർ ദാൻ ഡോക്ടർ മാമീൽ സാബു, എൻ്റെ അച്ഛനും അച്ഛൻ്റെ സ്റ്റുഡൻസും PhD സ്റ്റുഡൻസും ഇവർ കളക്ഷന് പോയിട്ടും പല 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 സ്ഥലങ്ങളിൽ അഡ്വഞ്ചറസ് ട്രിപ്സും കാര്യങ്ങളും അതിൻ്റെ പീക്ക് സീസൺ നോക്കിയിട്ട് ട്രാവൽ ചെയ്തിട്ടും ഒക്കെയാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. കളക്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ ഇവിടെ ഈ ഒരു ക്ലൈമറ്റിൽ അതിനെ അഡാപ്റ്റ് ചെയ്യിപ്പിച്ച് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ദേ അച്ചീവ്ഡ് ഇറ്റ് ബിക്കോസ് ദാറ്റ്സ് ദിയർ ഡ്രീം. അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പിന്നെ ചൈന ബോർഡേഴ്സിലേക്ക് വെസ്റ്റ് ബംഗാൾ, സിക്കിം, ആൻഡമാൻ, വെസ്റ്റേൺ ഗട്ട്സ്, പിന്നെ കുറേ ഔട്ട്സൈഡ് സ്പീഷീസ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്, പിന്നെ പല പല ഭാഗങ്ങളിൽ പോയിട്ടൊക്കെ ഇവർ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുറേ അവാർഡുകൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛന്. പിന്നെ കുറേ സ്പീഷീസ് 5-6 സ്പീഷീസ് അച്ഛൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഒരു 10-60 സ്പീഷീസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് പേരില്ലാത്തത്. അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്.
നമ്മളുടെ ഇതിനെയൊക്കെ നമ്മൾക്ക് കൂടുതൽ അറിയേണ്ട ആൾക്കാർക്ക് നേരെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നാൽ മതി. അവിടെ ജസ്റ്റ് ഗാർഡൻ മാത്രമൊന്നുമില്ല, അവിടെ ഒരു നല്ലൊരു അടിപൊളി റിസർച്ച് വിങ് തന്നെ ഉണ്ട്, ജൂനിയർ സയൻറ്റിസ്റ്റുമാരുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ഹരീഷ്. ഇത് നമ്മളുടെ ഷാംപൂ ജിഞ്ചർ എന്നൊക്കെ പറയുന്നത്, നമ്മളിങ്ങനെ ഇതെടുത്തിട്ട് നമ്മൾ തലയിൽ ഫോറസ്റ്റിലൊക്കെ ആൾക്കാർ ഷാംപൂ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് എടുത്തിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെയൊന്നും തൊടാൻ പാടില്ല കേട്ടോ, ഇതെൻ്റെ അച്ഛനായതുകൊണ്ട് മാത്രം എനിക്ക് പെർമിഷൻ തന്നതാണ്. ആരും പോയിട്ട് ഡോണ്ട് ടച്ച് വിത്ത് സ്പെഷ്യൽ പെർമിഷൻ. അതെന്നെ തൊട്ടേന് എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആരും ഒന്നും നശിപ്പിക്കരുത്. ഇത് അവരുടെ എത്രയോ വർഷങ്ങളുടെയും യാത്രകളുടെയും ഒക്കെ ഫലമായിട്ടുള്ളതാണ്. ഓരോ ചെടികളും അവർ നെയിം ചെയ്ത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതി വെച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്കായാലും ഒക്കെ ഇത് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഹെൽപ്ഫുള്ളായിരിക്കും. എന്ത് രസമല്ലേ അതിങ്ങനെ കൊലകൊലയായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വീണിട്ട് പൂത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ഓർണമെൻ്റൽ ജിഞ്ചേഴ്സ് ഉണ്ട്, നമ്മളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒക്കെ. ഇതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. ബൊക്കേസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കൂ. അവർ ചിലപ്പോൾ അതിൻ്റെ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് തരും, ഇതിൻ്റെ എങ്ങനെ ഗാർഡൻ സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതിനൊക്കെ വേണമെങ്കിൽ ഒരു ഐഡിയ തന്നതാണ്. വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്കൂ കേട്ടോ. ഭയങ്കര അടിപൊളി സെറ്റപ്പാണ്. പിന്നെ അച്ഛനും ഹരീഷുമാണ് ഇത് മെയിനായിട്ട് നോക്കി നടത്തുന്നത്. അച്ഛനോട് എമിറേറ്റ് സയൻറ്റിസ്റ്റായിട്ട്, ഹരീഷ് ജൂനിയർ സയൻറ്റിസ്റ്റായിട്ട്. അച്ഛൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിട്ടയറായി കഴിഞ്ഞപ്പം ഇപ്പം അവിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എമിറേറ്റ് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് ഹരീഷ്. ഇവർ രണ്ടുപേരുമാണ് ഈ ഇഞ്ചി വർഗ്ഗങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ കിടന്ന് ജീവിക്കുന്നത്. പോയി എല്ലായിടത്തുനിന്നും എടുത്തു കൊണ്ടുവന്ന് ഇതെല്ലാം നട്ട് വളർത്തി ഇതിനെ മക്കളെ പോലെ നോക്കി വളർത്തിക്കൊണ്ട് നടക്കുന്ന രണ്ട് പേര്. പിന്നെ കുറേ ഗാർഡൻ അസിസ്റ്റൻറ്റുമാരും പിന്നെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫുൾ സപ്പോർട്ട് കൊണ്ടുമാണ് അത് ഇത്ര ഭംഗിയായിട്ട് ഇവർക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തത് കാരണം. ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് 2021 ഒരു ജൂണിലൊക്കെ ആകുമ്പോൾ, ജൂലൈ ഒക്കെ ആകുമ്പോൾ എല്ലാവരും വരണം. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന നമ്മളുടെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ചിലപ്പം അത് അവിടുത്തെ സീസണിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ കുറച്ച് വേരിയേഷൻ, ചിലപ്പം കുറച്ച് ഡിലേ വരും, ചിലപ്പം കുറച്ച് നേരത്തെ വരും. നമ്മളുടെ ക്ലൈമറ്റ് കുറച്ചും കൂടെ ചൂട് കൂടുതലാണല്ലോ നോർത്ത് ഈസ്റ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പം. ഇതിൻ്റെ കളക്ഷനൊക്കെ പോകുമ്പോഴുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പലതും അഡ്വഞ്ചറസ് ആയിരിക്കും. ഇത് ഫ്ലവർ ഈ പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇത് ഏത് ചെടിയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഇലകളെല്ലാം ഓൾമോസ്റ്റ് സിമിലറായിട്ട് നമുക്കിപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. പക്ഷേ ഇതിൽ റിസർച്ച് ചെയ്യുന്ന ഇവർക്കത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവരെ ഇങ്ങനെ. പക്ഷെ പൂത്ത് നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഇന്നതാണ് ഇത് പെട്ടെന്ന് ഇവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കണ്ടുപിടുത്തുക. അപ്പോൾ ഈ പൂക്കുന്ന സമയത്ത് ഇവർക്ക് പോകണം. അപ്പോൾ അത് മിക്കവാറും ഈ റെയിനി സീസണിലായിരിക്കും. അന്നിപ്പോൾ ഈ അരുണാചൽ മെറ്റോടത്തുമൊക്കെ കുറേ ലാൻഡ് സ്ലൈഡ്സും മറ്റേതുമൊക്കെ ആയിട്ടും കുറേ കഥകൾ കേൾക്കാറുണ്ട്. രാവിലെ 5 മണിക്കൊക്കെ പോകും, പിന്നെ ഫുഡൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് എത്രയോ മണിക്കൂറുകൾ ആരുമില്ലാത്ത ഫോറസ്റ്റിൽ പെർമിഷനൊക്കെ എടുത്തിട്ട് ഫുള്ള് ഡ്രൈവായിരിക്കും. ശരിക്കും അവരുടെ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാഷൻ, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഡെഡിക്കേഷൻ, ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മളുടെ കോഴിക്കോട് ഇത്ര അതിമനോഹരമായിട്ടുള്ളൊരു ജിഞ്ചർ ഗാർഡൻ ഇസ് ഓപ്പൺ ടു ഓൾ. പോയി കണ്ടോളൂ. ഇത് ഇനി വേറെ ബാക്കി രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതിനെ കാണുന്നതിലും എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് പോയി കാണണം. ഇവർക്ക് എന്ത് സഹായം വേണമെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവിടെ ഓഫീസിൽ ചോദിച്ചാൽ മതി. ഗാർഡനിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ മതി. കുറച്ചൊരു കയറ്റം കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ ജിഞ്ചർ ഹൗസ് കാണാം കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ജിഞ്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജിഞ്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയോ, എൻ്റെ അച്ഛനെ ജിഞ്ചർ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.